ഇനി നമുക്ക് സ്റ്റാക്ക് ആൻഡ് ക്യൂ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ലാബിൽ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ സ്റ്റാക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച നമ്മളുടെ ഒരു അറേ പോലെ ഇങ്ങനെ കുറേ ലെവൽസിനെ നമ്മളിങ്ങനെ അറേയിൽ ഇങ്ങനെ 0, 1 മുതൽ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കും അല്ലേ. 0, 1, 2 എന്ന് പറഞ്ഞ് കളക്ട് ചെയ്യും. അതിന് പകരമായിട്ട് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഞാനിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കാത്തതിൻ്റെ റീസൺ നമുക്കൊരു ഒറ്റ പോയിൻ്റേ ഉള്ളൂ എൻട്രി ആയിട്ട്. ആ എൻട്രി വിളിക്കുന്ന പേരാണ് ടോപ്പ് എന്ന്. ഓക്കെ, സോ ടോപ്പ് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാക്കിലേക്ക് എലമെൻസിനെ ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും. അപ്പോൾ ഇനീഷ്യലി ടോപ്പിൻ്റെ വാല്യൂ -1 ആയിരിക്കും. അതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0th ലൊക്കേഷനിലേക്ക് ടോപ്പ് മൂവ് ചെയ്യും. അതായത് ടോപ്പിൻ്റെ വാല്യൂ എന്തായി മാറും, 0 ആയി മാറും. ഓക്കെ, അതായത് ആദ്യത്തെ എലമെൻറ്റ് 10 ആണെങ്കിൽ 10 വന്ന് നിൽക്കുന്നത് എന്തായിരിക്കും, ടോപ്പിൻ്റെ വാല്യൂ 10 ആയിട്ടുള്ള നമ്മുടെ സ്റ്റാക്കിലേക്കായിരിക്കും. ഇപ്പോൾ സ്റ്റാക്കിൻ്റെ പേര് സ്റ്റാക്ക് എന്ന് തന്നെ വിളിക്കുവാണെങ്കിൽ സ്റ്റാക്ക് ഓഫ് ടോപ്പിലേക്കായിരിക്കും എലമെൻറ്റ് എപ്പോഴും എന്ത് ചെയ്യുക, വന്ന് സ്റ്റോർ ചെയ്യുക. =10 എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ എലമെൻറ്റ് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ അപ്ഡേറ്റ് ആവുന്നത്, ടോപ്പാണ് അപ്ഡേറ്റ് ആവുന്നത്. മൂന്നാമത്തെ എലമെൻറ്റ് വരുമ്പോഴേക്കും എന്താണ്, ഈ ടോപ്പാണ് അപ്ഡേറ്റ് ചെയ്ത് അടുത്ത വാല്യൂ ആവുന്നത്. അപ്പോൾ 0 ആയിരുന്നത് 1 ആവും, 2 ആവും, 3 ആവും. അങ്ങനെ ഈ ടോപ്പ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 4 എലമെൻറ്റാണ് ഉള്ളെങ്കിൽ 40 നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും, സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ടോപ്പിൻ്റെ വാല്യൂ എന്തുമായിരിക്കും, ടോപ്പിൻ്റെ വാല്യൂ 3 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ആകെ ഈ സ്റ്റാക്കിൻ്റെ കേസിൽ ആലോചിക്കാനായിട്ടുള്ളത്. സ്റ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ എൻട്രി ആണ്, ഡേറ്റ സ്ട്രക്ചറാണ്, സീക്വൻഷ്യലാണ്. ഇതിലേക്ക് നമുക്ക് എലമെൻസിനെ 1 by 1 ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ത്രൂ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാക്കും ഒരു അറേക്ക് നമ്മളൊരു മാക്സ് സൈസ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാക്കിനും എന്ത് വേണം, ഒരു മാക്സ് സൈസ്. അതായത് 5 എലമെൻറ്റിനെ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഒരു സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ #define മാക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അറേയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 5 ആണ്. #define എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, #define ശേഷം ഒരു വേരിയബിൾ ക്യാപിറ്റൽ കേസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഇതായിട്ട് തന്നെ, അതായത് 5 ആയിട്ട് തന്നെ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു അറേ, ഇപ്പോൾ നമ്മളൊരു ഇൻറ്റിജർ അറേ ആണെങ്കിൽ ഇൻറ്റ് a of 10 എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു അറേയെ നമ്മൾ സെറ്റ് ചെയ്തു. അറേയുടെ പേരെന്താണ്, സ്റ്റാക്ക് എന്നാണ്. സ്റ്റാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ. അതുകൊണ്ട് ഈ ഒരു അറേയുടെ പേരെന്ത് കൊടുത്തു, സ്റ്റാക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ സൈസ് നമ്മൾ എന്ത് കൊടുത്തു, മാക്സ് കൊടുത്തു. ഓക്കെ, സോ മാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്താണ്, ഇൻറ്റ് സ്റ്റാക്ക് ഓഫ് 5 ആണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. ഓക്കെ, അതായത് 5 എലമെൻ്റ് ഉള്ള ഒരു അറേ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു അറേയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റാക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ സ്റ്റാക്കിലേക്ക് വരുന്ന സമയത്ത് സ്റ്റാക്കിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ എന്താണ്, ടോപ്പാണ്. അതൊരു -1 വാല്യൂ ഹോൾഡ് ചെയ്യുന്നതാണ്. 1, 2, 3 അങ്ങനത്തുള്ള വാല്യൂസാണ് ഇവിടെ നമ്മൾ ക്യാരി ചെയ്യുന്നത്, ടോപ്പിൽ ക്യാരി ചെയ്യുന്നത്. സോ ടോപ്പ് ഈസ് എ കൈൻഡ് ഓഫ് ആൻ ഇൻറ്റീജർ വേരിയബിൾ അല്ലേ. അപ്പോൾ ഇൻറ്റ് ടോപ്പ് ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഈ സ്റ്റാക്കിനകത്ത് യൂസ് ചെയ്യുന്ന, സ്റ്റാക്കിൽ നമ്മൾ മെയിൻലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫംഗ്ഷൻസിനെയാണ് അവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതൊന്നും നമ്മൾ നോക്കണ്ട. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നമുക്കിപ്പം വേണ്ട എന്താണ്, ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ യൂസർ വന്നിട്ട് എന്ത് പറയും, ഏത് ഓപ്പറേഷൻസാണ് ചെയ്യേണ്ടതെന്നുള്ളത് യൂസറിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു മെനു നമ്മളിങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ യൂസർ പറയുവാണ് പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിലേക്ക് എലമെൻസിനെ ആഡ് ചെയ്ത് കൊടുക്കണം. എലമെൻറ്റ് വന്നിട്ട് പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെൻറ്റ്, ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിനെ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നോർമൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്താണ്, സ്റ്റാക്ക് എലമെൻറ്റ്സ്, എല്ലാ സ്റ്റാക്ക് എലമെൻസിനെ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. പിന്നെ 5 യൂസർ പ്രസ് ചെയ്യുവാണെങ്കിൽ എക്സിറ്റ് ചെയ്യണം. നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പുറത്ത് വരണം. ഓക്കെ, അപ്പോൾ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുഷിൽ എന്താ നടക്കുന്നത്, പോപ്പിൽ എന്താ നടക്കുന്നത്, പീക്കിൽ എന്താ നടക്കുന്നത്, ഡിസ്പ്ലേയിൽ എന്താ നടക്കുന്നതെന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഈ ഒരു യൂസർ വരുമ്പോഴേക്കും ആ യൂസർ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ല വരുന്നത്. ചിലപ്പോൾ ഒരു സ്റ്റാക്കിൽ ഒരു 4 എലമെൻറ്റ്, ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചാൽ എന്താണ്, ഒരു 4 എലമെൻറ്റുള്ള ഒരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്തു അല്ലേ. എന്നിട്ട് അതിന് ശേഷമായിരിക്കും ഹി മേ ബി ഗോയിങ് ഫോർ ദിസ് പോപ്പ് ഓപ്പറേഷൻ 10, 20, 30, 40 എന്നുള്ള ഒരു ഇൻസെർഷൻ അല്ലെങ്കിൽ ഫുൾ പുഷ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ആൾ എന്ത് ചെയ്യുന്നത്, പോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരാൾ എപ്പോഴാണോ എക്സിറ്റ് പ്രസ് ചെയ്യുന്നത് അതുവരെ എന്ത് ചെയ്യണം, ഈ പുഷും പോപ്പും പീക്കും ഡിസ്പ്ലേയും അയാൾക്ക് അവൈലബിൾ ആയിരിക്കണം. അതായത് എത്ര തവണ വേണമെങ്കിലും യൂസർ എന്ത് ചെയ്യും, ഈ ഒരു യൂസറിൻ്റെ വിഷൻ അനുസരിച്ചിട്ട് ഇതിനകത്തുള്ള ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും അയാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ മോഡിലാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ പ്രോഗ്രാം എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് വരാം. മനസ്സിലാവുമെന്ന് തോന്നുന്നു.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഡിഫറെൻറ്റ് ചോയ്സസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മെനു പ്രിൻറ്റ് ചെയ്ത് കാണിക്കും അല്ലേ. എന്നിട്ട് അതിൽ നമ്മൾ റീഡ് ചെയ്യുന്ന എന്തായിരിക്കും, യൂസറിൻ്റെ ചോയ്സ് ആയിരിക്കും. ഈ ചോയ്സാണ് നമ്മൾ എവിടെ കൊടുക്കാൻ പോകുന്നത്, ഈ ഓരോ ഫംഗ്ഷനും ഓരോ ചോയ്സ് ആയിരിക്കും. ഇപ്പോൾ ചോയ്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ പോകുന്ന എങ്ങോട്ടാണ്, പുഷ് ഓപ്പറേഷനിലേക്ക്. യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ചോയ്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ പോകുന്ന എങ്ങോട്ടേക്കാണ്, പോപ്പിലേക്ക്. 3 ആണെങ്കിൽ പീക്കിലേക്ക്, ദെൻ 4 ആണെങ്കിൽ ഡിസ്പ്ലേയിലേക്ക്, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ മെനു ഡിസ്പ്ലേ ചെയ്തു. അതിനുശേഷം യൂസർ അടുത്ത് പറയും നിങ്ങളുടെ ചോയ്സ് എൻ്റർ ചെയ്യാനായിട്ട്. ആ ചോയ്സിനെ നമ്മൾ ചോയ്സ് എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ഫംഗ്ഷനിലേക്കുള്ള എൻട്രി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ഡിസിഷൻസ് ആണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആര് വർക്ക് ചെയ്യണം, അവിടെ സ്വിച്ച് വേണം അല്ലേ. സ്വിച്ചിനകത്തുള്ള ഓരോ കേസ് അല്ലെങ്കിൽ അത്രയും കറസ്പോണ്ടിങ് ഇഫ് എൽസ് നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കണം. സ്വിച്ച് ആകുമ്പോൾ നമുക്ക് കാണാനൊരു വെൽ സ്ട്രക്ചേർഡ് ആണ്, നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും എവിടെയാണ് എന്താ നടക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ സ്വിച്ച് ഓഫ്, ഈ സ്വിച്ചിനകത്ത് വർക്ക് ചെയ്യുന്ന ആരാണ്, ചോയ്സ് ആണ്. യൂസറിൻ്റെ ചോയ്സിനനുസരിച്ചിട്ടാണ് സ്വിച്ചിനകത്തുള്ള ഓരോ കേസ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, യൂസറിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് 1 ആണ് പുഷിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം കേസിൻ്റെ വാല്യൂ ഫസ്റ്റ് 1 എന്ത് കൊടുത്തു, 1 കൊടുത്തു. അങ്ങനെ 1 കൊടുക്കുവാണെങ്കിൽ പുഷ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് നമ്മൾ പോകും. മനസ്സിലാവുന്നുണ്ടോ? ആ ഫംഗ്ഷനകത്താണ് എലമെൻറ്റിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് വിത്തിൻ ദ സ്റ്റാക്ക് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത്, ഇപ്പോൾ 1 ആണ് ഓപ്ഷനെങ്കിൽ ഒരു തവണ ആഡ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങി വരും. എന്നിട്ട് നമ്മൾ വീണ്ടും മെനുവിലേക്ക് എത്തും. ഓക്കെ, ഇനി കേസിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്, പോപ്പ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്, ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. 3 ആണെങ്കിൽ പീക്ക് ചെയ്യാൻ പറഞ്ഞു, 4 ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. കേസ് 5 ആണെങ്കിൽ, അഞ്ചാമത്തതാണെങ്കിൽ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം എന്നുള്ള, എക്സിറ്റിംഗ് ഫ്രം ദ പ്രോഗ്രാം എന്നുള്ള മെസ്സേജ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തിറങ്ങി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുന്നത്. മനസ്സിലായോ? ഇനി കേസ് സ്വിച്ച് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സ്ട്രക്ചർ അറിയാം. സ്വിച്ച് കേസ് ഡിഫോൾട്ടാണ്. ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഇൻപുട്ട് ചെയ്തേക്കുന്നത് 1 മുതൽ 5 വരെയുള്ള വാല്യൂസ് അല്ല എങ്കിൽ നമ്മൾ നേരെ എങ്ങോട്ട് പോകും, ഡിഫോൾട്ടിലേക്ക് പോകും. അവിടെ പറയുന്നത് എന്താണ്, നിങ്ങളുടെ ചോയ്സ് ഇൻവാലിഡ് ആണ്, നിങ്ങളുടെ വേറൊരു ഓപ്ഷൻ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ സ്വിച്ചിനെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്ന എവിടെയാണ്, ഒരു ലൂപ്പിനകത്താണ് കിടക്കുന്നത്. ഈ ലൂപ്പിനകത്ത് കിടക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്, യൂസർ എപ്പോഴാണോ 5 പ്രസ് ചെയ്യുന്നത് അതുവരെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു മെനു ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കണം. അതായത് ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, നമുക്കറിയത്തില്ല യൂസർ എപ്പോഴാണോ 5 എന്നുള്ള ഒരു കീ പ്രസ് ചെയ്യുന്നത് ആ സമയം വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. അപ്പോൾ അണ്ടിൽ 5 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പിൻ്റെ പേരെന്താണ്, വൈൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ വൈൽ ചോയ്സ് നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ ഡെഫിനറ്റായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരണം. ഓക്കെ, അപ്പോൾ ഒരു മെനു ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ യൂസറിന് എത്ര തവണ വേണമെങ്കിലും കൊടുക്കാം, ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുന്നവരെ കൊടുക്കണമെന്ന് പറയുവാണെങ്കിൽ അത് റിപ്പീറ്റഡ് ആക്ഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, വൈലാണ്. ഓക്കെ, ഇനി ഡു വൈലാണോ വൈലാണോ നോക്കാം. നമ്മളിവിടെ എൻട്രി അല്ല, യൂസർ എപ്പോൾ 5 കൊടുക്കുന്നു ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങി വരണം. സോ ഇറ്റ്സ് ആൻ എക്സിറ്റിംഗ് കണ്ടീഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ഏത് ലൂപ്പിനെയാണ്, ഡു വൈലിനെയാണ്. ഓക്കെ, സോ ഡു വൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡു വൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൂപ്പാണ് ഡു വൈൽ. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ലൂപ്പിൻ്റെ പേരെന്താണ്, ഡു വൈലാണ്. മനസ്സിലായോ? അപ്പോൾ ഈ സെഷൻ ഒന്നും കൂടി പറയാം. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഡിഫറെൻറ്റ്, നമുക്ക് ആദ്യം യൂസറിൻ്റെ അടുത്തൊരു മെനു കാണിക്കണം. ആ മെനു കണ്ടു കഴിയുമ്പോൾ ആ മെനു എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് യൂസറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളതാണ്. 1 വേണോ, 2 വേണോ, 3 വേണോ എന്നുള്ളത് നമ്മൾ യൂസറിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൂപ്പിനകത്ത് കൊടുത്തു. ആ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോൾ ഇറങ്ങണം, എപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ആ ലൂപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂസർ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അയാൾക്ക് എന്തായാലും ഈ മെനു കാണിച്ചു കൊടുത്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു കോഡ് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ലൂപ്പിനെയാണ്, ഡു വൈൽ ലൂപ്പിനെയാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഡൂവിലേക്ക് എൻ്റർ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്നിട്ട് ഓരോ എലമെൻറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അത് നമുക്ക് ഓരോ മെനുവിനകത്തുള്ള ഓരോ വാല്യൂസും പറഞ്ഞു കൊടുത്തു. ഓരോ വാല്യൂവിനും അനുസരിച്ചിട്ടുള്ള കേസസ് നമ്മൾ ഡിസൈൻ ചെയ്തു. ഓരോ വാല്യൂവിനും അനുസരിച്ചിട്ടുള്ള കേസസ് ഡിസൈൻ ചെയ്തു. കാര്യം 5 കേസസ് ഉണ്ട് അല്ലേ. ഈ ഡിഫോൾട്ടോട് കൂട്ടിയിട്ട് 6 കണ്ടീഷൻസാണ് നമ്മൾ ആക്ച്വലി ഐറ്ററേറ്റ് ചെയ്യുന്നത്. അത്രയും നമ്മൾ ഇഫ് എൽസ് എഴുതുവാണെങ്കിൽ അത് ഇറ്റ്സ് ടു മച്ച് കൺഫ്യൂസിങ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഒരു സ്വിച്ചിനകത്ത് നമ്മൾ അതിനെ എൻക്ലോസ് ചെയ്തിട്ട് ആ കണ്ടീഷൻസ് കൊടുത്തു. ഇനി നമുക്ക് നോക്കാം ഓരോ ഫംഗ്ഷനകത്തും എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എന്താണ്, നമ്മളുടെ ഈ ഒരു സ്റ്റാക്കിലേക്ക് എലമെൻറ്റ്സിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ്. ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിച്ച ഫംഗ്ഷൻ്റെ പേരെന്താണ്, പുഷ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഓക്കെ, ആ ഫംഗ്ഷൻ ഒരു സിംപ്ലി ഞാൻ ഫംഗ്ഷനെ വിളിച്ചിട്ടുള്ളൂ. അതിനകത്ത് ഞാൻ എൻ്റെ ടൈപ്പ് വോയിഡാണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല, ഒരു പാരാമീറ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നില്ല. നമുക്ക് ആ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം മതി, നമുക്കൊന്നും തിരിച്ചു കൊണ്ട് തരേണ്ട ആൾ അല്ലേ. നമ്മുടെ സ്റ്റാക്കിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, എലമെൻറ്റ്സിനെ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പുഷ് കൊടുത്തു. ഇനി നമുക്ക് എന്താ പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഡേറ്റയാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. ആ പുഷ് ചെയ്യുന്ന ഡേറ്റയെ നമുക്കൊരു വേരിയബിൾ ത്രൂ ആണ് നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഡേറ്റ യൂസർ തരണം. തരുന്ന വാല്യൂവിനെ നമ്മൾ എവിടെ കൊണ്ട് വയ്ക്കും, ഐറ്റം എന്നുള്ളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ യൂസ് ചെയ്യാമേ. നിങ്ങളുടെ ഡേറ്റ സ്ട്രക്ചറിൻ്റെയും
പിന്നെ അൽഗോരിതം അനാലിസിസിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കാണുന്നൊരു ടേമാണ് ഐറ്റം. ദാറ്റ്സ് വൈ ഐ എം യൂസിങ് ഹിയർ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. എന്നോ എക്സെന്നോ വൈന്നോ ഇഷ്ടമുള്ളത് കൊടുക്കാം, എന്തോ ആയിക്കോട്ടെ. ഇതൊരു നോർമൽ സിമ്പിൾ ഇൻറ്റീജർ വേരിയബിൾ ആണ്. യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഏത് എലമെൻ്റ് ആണ്, ഇപ്പോൾ നമ്മൾ 10 ആണെങ്കിൽ 10 എന്നുള്ള വാല്യൂ ആണ് സ്റ്റാക്കിലേക്ക് വരേണ്ടതെങ്കിൽ ആ വാല്യൂവിനെ റിസീവ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വേരിയബിളാണ് ഐറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, സ്റ്റാക്കിലേക്ക് എലമെൻറ്റ് പുഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കണം സ്റ്റാക്കിൽ സ്പേസ് ഉണ്ടോ എന്ന്, അല്ലേ? സ്റ്റാക്കിൽ സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ച കണ്ടീഷൻ്റെ പേരെന്താണ്? സ്റ്റാക്ക് ഓവർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സ്റ്റാക്ക് എന്താണ്? ഓവർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാക്കിൻ്റെ ടോപ്പ് ഇപ്പം നിൽക്കുന്നത് എന്തായിരിക്കണം? മാക്സ് സൈസ് -1. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു n എലമെൻ്റ് ആണ് നമ്മുടെ അറേയുടെ സൈസെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് 0 മുതൽ ഇടം വരെ പോകുന്ന n-1 വരെ പോകുന്ന. അപ്പോൾ അറേയുടെ സൈസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാക്കിൻ്റെ സൈസ് മാക്സിമം ആണെങ്കിൽ നമ്മൾ ഇടം വരെ പോകും 0 മുതൽ n-1 വരെ ആയിരിക്കും ഈ ഒരു സ്റ്റാക്കിൻ്റെ ഫില്ലിംഗ് പൊസിഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഓവർഫ്ലോ കണ്ടീഷൻ നോക്കി. ഓവർഫ്ലോ കണ്ടീഷൻ എന്താണ്? ടോപ്പ് ഇസ് ഈക്വൽ ടു മാക്സ് സൈസ് -1 ആണോ നോക്കി. ആണെങ്കിൽ നമ്മൾ ഓവർഫ്ലോ എന്ന് പറഞ്ഞു. ഇനി നമ്മളൊന്നും ചെയ്യരുത്. നമുക്ക് ഓവർഫ്ലോ ആയാൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റാക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇനി നമ്മളെന്താ അതിൻ്റെ എൽസ് ഓപ്ഷൻ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂസറിൻ്റെ കയ്യിൽ നിന്ന് പുഷ് ചെയ്യേണ്ട എലമെൻറ്റ് റിസീവ് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് എലമെൻറ്റ് ടു ബി ആഡഡ് എന്നോ പുഷ്ഡെന്നോ ടു പുഷ് എന്നോ ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ യൂസർ എന്ത് ചെയ്യും? ആ എലമെൻറ്റ് നമുക്ക് ആഡ് ചെയ്ത് തരും. അതിനുവേണ്ടി നമ്മളപ്പോൾ എന്ത് ചെയ്യും? ആ എലമെൻറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്കാനഫ് യൂസ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്തു? ഐറ്റത്തിലേക്ക് നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാല്യൂവിനെ വാങ്ങിച്ചു വെച്ചു. ഓക്കെ, എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യണം? ആ എലമെൻറ്റിനെ നമുക്ക് നമ്മുടെ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യണം. സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ടോപ്പ് നിൽക്കുന്ന പൊസിഷൻ എന്താണ്? -1 ആണ്. അപ്പോൾ ഒരു എലമെൻറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? ടോപ്പിൻ്റെ വാല്യൂ 0 ആയിട്ടുള്ള പൊസിഷനിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടോപ്പിനെ അപ്ഡേറ്റ് ചെയ്യണം. ടോപ്പിൻ്റെ വാല്യൂ -1 നിന്ന് 0 ആക്കി മാറ്റണം. അതിനുവേണ്ടി ചെയ്ത പ്രോസസ്സ് എന്താണ്? ടോപ്പ് ഈസ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1. എന്നിട്ട് ആ കറസ്പോണ്ടിങ് സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. സ്റ്റാക്കിൻ്റെ ടോപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റാക്ക് ഓഫ് ടോപ്പിലേക്ക്, അല്ലേ? സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഐറ്റത്തിനെ എടുത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ഏതാണ് പുഷ് ചെയ്ത ഐറ്റം അതിനെ നമ്മളൊന്ന് ജസ്റ്റ് യൂസറിന് കാണിച്ചു കൊടുത്തു. ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു പ്രോഗ്രാം ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്റ്റേണൽ വരുമ്പോഴേക്കും ചോദിക്കും ഏത് ഐറ്റമാണ് പുഷ് ചെയ്തതെന്ന് കാണിക്കാൻ. അപ്പോഴേക്കും ആ സമയത്തിരുന്ന് വണ്ടടിക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു കോഡും കൂടി ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. ഐറ്റത്തിനകത്ത് ഇരിപ്പുണ്ട് നമ്മളിപ്പോൾ പുഷ് ചെയ്ത് കൊടുത്ത ഡേറ്റ. ആ ഡേറ്റയെ നമ്മളൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. എന്ത് ഓപ്പറേഷൻ കഴിഞ്ഞാലും എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്പ്ലേ ഔട്ട് ചെയ്യുന്നത് ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ കറക്റ്റ് കോൺസെപ്റ്റാണ്. അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളേ. ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറയിൽ നിന്ന് എലമെൻറ്റിനെ എടുത്തു മാറ്റുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ അറയിൽ നിന്ന് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇവിടെ നമ്മുടെ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നമുക്ക് പോപ്പ് ചെയ്യുന്നത് എന്നായിരിക്കും? ഏറ്റവും ടോപ്പ് മോസ്റ്റ് എലമെൻ്റ് ആയിരിക്കും നമുക്ക് പോപ്പ് ചെയ്ത് മാറ്റാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമ്മൾ 0, 1, 2, 3 എന്നാണ് ഇൻഡെക്സ് എങ്കിൽ ഏറ്റവും അത് നമ്മൾ പോപ്പ് ചെയ്ത് മാറ്റുന്നത് എന്തായിരിക്കും? 40 ആയിരിക്കും. അപ്പോൾ നമ്മൾ കാണണമല്ലോ എങ്ങനെ എലമെൻറ്റ് എടുക്കുന്നതെന്നുള്ളത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ പോപ്പ് ചെയ്യുമ്പോഴും പുഷ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം അറേയുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ പോപ്പ് ചെയ്യുമ്പോഴേക്കും അറയിൽ ഇപ്പോൾ എലമെൻ്റ് ഒന്നും ഇല്ലാത്തൊരു അറയിൽ നിന്ന് പോപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാറ്റസ് നോക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ടോപ്പിൻ്റെ സ്റ്റാറ്റസ് നോക്കി. ടോപ്പ് ഇസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? അറയിൽ ഒരു എലമെൻറ്റും ഇല്ലാത്ത സമയത്താണ് ടോപ്പിൻ്റെ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്യുന്നത്? -1 ആയിട്ടുണ്ടാവുക. അപ്പോൾ ടോപ്പ് -1 ആണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട ഓവർഫ്ലോ കണ്ടീഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അണ്ടർഫ്ലോ. അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നോ എലമെൻറ്റ്സ്. അണ്ടർഫ്ലോ അതായത് നോ എലമെൻറ്റ്സ് ഇൻ ദ സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ ഒരു എലമെൻറ്റും ഇല്ല എന്നുള്ള മെസ്സേജ് നമ്മൾ കൊടുത്തു. ദാറ്റ് ഈസ് അണ്ടർഫ്ലോ ആണെന്നുള്ളത് കാണിച്ചു. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എലമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാക്കിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഏതാ എടുത്ത് മാറ്റേണ്ടത്? ഐറ്റം എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെൻറ്റ് വിളിക്കുന്ന പേരെന്താണ്? സ്റ്റാക്ക് ഓഫ് ടോപ്പ്. എങ്ങനെ വിളിക്കും? സ്റ്റാക്ക് ഓഫ് ടോപ്പ്. സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാക്കിൻ്റെ പ്രസൻറ്റ് ടോപ്പിലുള്ള വാല്യൂവിനെ എടുത്ത് നമ്മൾ എങ്ങോട്ടേക്ക് വെക്കും? ഐറ്റത്തിലേക്ക് വെക്കും. ഇതാണ് നമ്മൾ എടുത്ത് മാറ്റുന്ന എലമെൻറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നോക്കിക്കേ. സോ ഇവിടെ 0, 1, 2, 3 ഉണ്ട്. ഇത് 40, ഇത് 30, ഇത് 20, ഇത് 10 ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് ഈ എലമെൻറ്റ് എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറേയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാക്കിൻ്റെ പാർട്ടല്ല എങ്കിൽ ആ ഒരു പൊസിഷനിൽ നിന്ന് ടോപ്പ് അങ്ങ് മാറും. ടോപ്പ് പിന്നെ പോയിൻ്റ് ചെയ്യുന്ന ആരെയായിരിക്കും? 3യെ മാറി 2നെ ആയിരിക്കും ടോപ്പിനെ പോയിൻ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നടന്നു എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ടോപ്പിൻ്റെ പൊസിഷൻ മാറണം, അതായത് ടോപ്പ് തൊട്ട് താഴേക്ക് എത്തണം. സോ നമ്മൾ എന്ത് കൊടുക്കും? ടോപ്പ് ഇസ് ഈക്വൽ ടു ടോപ്പ് -1. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഐറ്റത്തിനെ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് എടുത്ത് മാറ്റി എങ്ങോട്ടേക്ക് വെച്ചു?
സ്റ്റാക്ക് ഓഫ് ടോപ്പിലുള്ളതാണ് നമ്മുടെ ഐറ്റം. അതിന് നമ്മൾ ഐറ്റത്തിന് എടുത്ത് നമ്മൾ എങ്ങോട്ടേക്ക് വെച്ചു, ഐറ്റം എന്നുള്ള വേരിയബിളിലേക്ക് എടുത്ത് വെച്ചു, അതായത് ഡേറ്റ എടുത്ത് ഐറ്റത്തിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ ടോപ്പിനെ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഈ ടോപ്പ് എവിടെ നിൽക്കുന്നു, അവിടെയാണ് സ്റ്റാക്കിൻ്റെ കറണ്ട് ടോപ്പ് എലമെൻറ്റ്. അപ്പോൾ ഇതിന് മുന്നേ പോയിന്റ് ചെയ്തത് 3 ആയതുകൊണ്ടാണ് കറണ്ട് ടോപ്പ് 40 ആയത്. ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് 2 ആണ്. 2 ആണെങ്കിൽ അടുത്ത സ്റ്റാക്കിൻ്റെ ടോപ്പ് എലമെൻറ്റ് എന്താണ്, 30 ആണ്. അപ്പം ഇവിടുന്ന് ഈ റെഫറൻസ് അങ്ങ് പോയി. ഈ ടോപ്പ് വന്ന് നിന്നാൽ മാത്രമേ അവിടെ എലമെൻറ്റ് ഉള്ളൂ എന്ന് സ്റ്റാക്കിൻ്റെ കോൺസെപ്റ്റിൽ. അപ്പോൾ ടോപ്പ് അവിടെ നിന്ന് മാറിയപ്പോഴേക്കും എലമെൻറ്റ് അവിടെ നിന്ന് ഇല്ല എന്നുള്ള കോൺസെപ്റ്റ്, അവിടേക്ക് റെഫറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടോപ്പിൻ്റെ എലമെൻറ്റ് അവിടെ ഇല്ല. സോ നെക്സ്റ്റ് ടോപ്പ് എലമെൻറ്റ് എന്താണ്, 30 ആണ്. അങ്ങനെ നമ്മൾ ടോപ്പിൻ്റെ വാല്യൂ കുറച്ചാണ് നമ്മൾ ഡിലീഷൻ നടക്കുക അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഐറ്റം ഇസിക്കൽ ടു സ്റ്റാക്ക് ഓഫ് ടോപ്പ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഡ്രോപ്ഡ് ഐറ്റത്തിന് നമ്മൾ ഐറ്റത്തിൽ നിന്ന് ജസ്റ്റ് യൂസറിന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണ്, ഓരോ തവണ ഐറ്റത്തെ എടുക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് ഡിക്രിമെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ഇസിക്കൽ ടോപ്പ് -1. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, സ്റ്റാക്കിൽ നിന്ന് എലമെൻറ്റിനെ എടുത്ത് ടോപ്പിലേക്ക് വയ്ക്കും, ഐറ്റത്തിലേക്ക് വയ്ക്കും. ദാറ്റ് ഇസ് ഐറ്റം ഇസിക്കൽ ടു സ്റ്റാക്ക് ഓഫ് ടോപ്പ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പിന് വരുന്ന അപ്ഡേഷൻ പറയുക, ടോപ്പ് ഇസിക്കൽ ടു ടോപ്പ് -1. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാക്കിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോസസ്സാണ് പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയാനായിട്ട് എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അണ്ടർഫ്ലോ കണ്ടീഷൻ ചെക്ക് ചെയ്യും, സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് നോക്കും. അല്ല എങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. സോ %d, സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറയുമ്പോഴേക്കും സ്റ്റാക്കിൻ്റെ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് നമുക്കവിടെ ഡിസ്പ്ലേഡ് ആവും. ഇനി നമുക്ക് സ്റ്റാക്കിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാം. അതായത് സ്റ്റാക്കിനകത്തുള്ള നേരത്തെ പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് മാത്രം. ഇനി ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാക്കിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സിനെയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വ്യൂ ചെയ്യിക്കുന്ന പ്രോസസ്സാണ് 3. ഓക്കെ, 10, 20, 30, 40. ഇപ്പോൾ ഇത്ര എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാക്കിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യുന്നത് എന്താണ്, ആകെയുള്ള വേരിയബിൾ ആരാ, ടോപ്പാണ്. അപ്പോൾ ടോപ്പിൻ്റെ വാല്യൂ മുതൽ ടോപ്പ് ഇപ്പോൾ കറൻ്റ് എവിടെ നിൽക്കുന്നു, എവിടം വരെ പോവും, 0 വരെ പോകും. അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. -1 സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, -2 സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനിഷ്യലി ടോപ്പ് ഇപ്പോൾ നിൽക്കുന്ന എന്ത് വാല്യൂ ആണോ അത് ഡെഫിനറ്റായിട്ടും സ്റ്റാക്കിനകത്തുള്ള എലമെൻറ്റാണ്, അതിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ താഴത്തോട്ടുള്ള ഓരോ വാല്യൂസാണ് നമുക്കിനി എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എപ്പോഴാണ് ടോപ്പിൻ്റെ വാല്യൂ 0 ആകുന്നത് അതുവരെ ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും ഇനി ഡിക്രിമെൻറ്റ് മോഡിൽ നമുക്ക് വ്യൂ ചെയ്യണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോഡ് നോക്കിക്കേ, സ്റ്റാക്കിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുവാണ്. എപ്പോൾ വരെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, ടോപ്പിൻ്റെ വാല്യൂ 0 ആകുന്നവരെ, അതായത് ടോപ്പ് >0 ആകുന്നവരെ നമ്മൾ സ്റ്റാക്കിൻ്റെ ടോപ്പ് എലമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു എലമെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ വരുന്ന ചേഞ്ച് എന്താണ്, ടോപ്പ് ഇസിക്കൽ ടു ടോപ്പ് -1. ഓരോ തവണ ടോപ്പ് എന്ത് ചെയ്യണം, ഡിക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ തന്നെ അങ്ങ് വരച്ച് വെച്ചാൽ മതി. ഉണ്ടോ, 0, 1, 2, 3 അങ്ങനെയാണെങ്കിൽ ഇത് 10, ഇത് 20, ഇത് 30 ഇങ്ങനെ വേണമെങ്കിൽ ഫില്ല് ചെയ്യാവേ. ഞാൻ ചുമ്മാ പറഞ്ഞത് ഇനി മാറ്റി പറയട്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ കൊടുത്തു. അപ്പോൾ ടോപ്പ് ഇനീഷ്യലി സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറയുമ്പോഴേക്കും ആദ്യം 6 പ്രിൻറ്റ് ചെയ്യും, 40 പ്രിൻ്റ് ആവും. പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യേണ്ടത് എന്താണ്, സ്റ്റാക്ക് ഓഫ് 2 എന്ന് പറയുമ്പോഴേക്കും ടോപ്പ് എന്തായി മാറണം, 1 കുറയണം. അതായത് ഓരോ തവണ എലമെൻറ്റിനെ എടുക്കുമ്പോഴും ടോപ്പ് ഇസിക്കൽ ടു എന്ത് കൊടുക്കണം, ടോപ്പ് -1 കൊടുക്കണം. ടോപ്പ് ഇസിക്കൽ ടു ടോപ്പ് -1 കൊടുത്ത് വേണം ടോപ്പിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സ്റ്റാക്ക് ഓപ്പറേഷൻസിൽ പഠിക്കാനായിട്ടുള്ള കോഡ്. നമ്മൾ ഓൾറെഡി സ്റ്റാക്ക് ഫെമിലിയർ ആണെങ്കിൽ ഈ ഓപ്പറേഷൻസ് ഭയങ്കര സിമ്പിളാണ്, എളുപ്പം പഠിക്കാം.